തിരുവനന്തപുരത്തെ പ്രധാന സ്ഥാനാർത്ഥികളിൽ ശശി തരൂരിന് മാത്രമാണ് മണ്ഡലത്തിൽ വോട്ടുള്ളത്. അത് ഊന്നിപ്പറഞ്ഞായിരുന്നു പ്രതികരണവും. ആകെ ഒറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്തിൽ വോട്ട് ചെയ്യുന്നത്. മറ്റേവരൊക്കെ ഈ സ്ഥലത്തിന് അവകാശപ്പെട്ടവര് വേറെ സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനും ആറ്റിങ്ങിലെ BJP സ്ഥാനാർത്ഥി വി മുരളീധരനും തലസ്ഥാനത്തായിരുന്നു വോട്ട്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി തിരുവനന്തപുരത്ത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റയ്ക്കെത്തി വോട്ട് ചെയ്തു. പന്ന്യൻ രവീന്ദ്രന് കണ്ണൂരിലായിരുന്നു വോട്ട്. കൊല്ലത്തെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും കുടുംബവും മണ്ഡലത്തിലേക്ക് വോട്ട് മാറ്റിയിരുന്നു. 10 വർഷത്തെ MP-യുടെ ഡ്യൂട്ടി, MP-യുടെ റെസ്പോൺസിബിലിറ്റി, അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര, അത് വിലയിരുത്തിയാൽ മതി. VS സുനിൽകുമാറിനും തൃശൂരിലാണ് വോട്ട്. രാജ്മോഹൻ ഉണ്ണിത്താനും കാസർഗോഡ് തന്നെ വോട്ട് ചെയ്തു. ആന്റോ ആന്റണിക്ക് പത്തനംതിട്ടയിൽ തന്നെയായിരുന്നു വോട്ട്. കണ്ണൂരിൽ 3 സ്ഥാനാർത്ഥികളും അതേ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കും കണ്ണൂരിലായിരുന്നു വോട്ട്. ഷാഫി പറമ്പിൽ പാലക്കാടും വോട്ട് ചെയ്തു. മുകേഷ് ആദ്യമായി സ്വന്തം മത്സരത്തിൽ വോട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് സ്വന്തം പേരിൽ, ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ളവർ വോട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എനിക്ക്. ഹൈബീഡൻ എറണാകുളത്തും ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിലും A. മാരിഫ് ആലപ്പുഴയിലും വോട്ടുകൾ രേഖപ്പെടുത്തി. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.